നമ്മുടെ ഇന്ത്യൻ മൂവീസിൽ പോലീസ് വെഹിക്കിൾസ് ആയിട്ടും അതുപോലെ തന്നെ ചേസ് സീക്വൻസിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു വെഹിക്കിളാണ് മഹീന്ദ്ര സ്കോർപിയോ. ഇതിന് മെയിൻ ആയിട്ടുള്ള റീസൺ ആ ഒരു കമാൻഡിങ് ആയിട്ടുള്ള സ്റ്റാൻസ് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും ഇന്ത്യൻ കാർ കൾച്ചറിലെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മഹീന്ദ്ര സ്കോർപിയോ പറ്റിയിട്ടാണ്. 2002 മഹീന്ദ്ര ആദ്യമായിട്ട് സ്കോർപിയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മഹീന്ദ്രയുടെ തന്നെ ഒരു റവല്യൂഷണറി വെഹിക്കിളായിട്ടാണ് സ്കോർപിയോ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഒരു ടൈമിൽ ഫോർഡുമായിട്ടുള്ള പ്രൊഡക്ഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് മഹീന്ദ്ര ആദ്യമായിട്ട് സ്വന്തമായി ബിൽഡ് ചെയ്ത വെഹിക്കിളായിരുന്നു നമ്മുടെ സ്കോർപിയോ. അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന കോമ്പറ്റീറ്റേഴ്സിനെക്കാട്ടൊക്കെ അഡ്വാൻസ് ആയിട്ട് ഒരു ഫ്രഷ് ലുക്കിലും വൈറ്റ് സ്റ്റാൻഡ്സിലൊക്കെയാണ് സ്കോർപിയോ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ SUV പകരം ഒരു കാർ എന്ന ടാഗ് ലൈനിലാണ് മഹീന്ദ്ര സ്കോർപിയോ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി എഞ്ചിനിലേക്ക് വരുമ്പോൾ 2 എഞ്ചിൻ ഓപ്ഷൻസിലാണ് സ്കോർപിയോ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 109 ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന 2.6 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനും അതുപോലെ തന്നെ 116 ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ലിറ്റർ പെട്രോൾ എഞ്ചിനിലാണ് സ്കോർപിയോ വന്നിട്ടുണ്ടായിരുന്നത്. വേറെ കാര്യമുള്ളത് 4 ഇയേഴ്സിന് ശേഷം 2006 മഹീന്ദ്ര ആദ്യ അപ്ഡേറ്റ് കൊണ്ടുവരുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ബോണറ്റ് സ്കൂപ്പൊക്കെ ഈ ഒരു വെർഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ട പോലെ ഒരു റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനും നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടൊക്കെയാണ് മഹീന്ദ്ര സ്കോർപിയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ ഇന്നും ഒരു കൾട്ട് ഫോളോയിങ് ഉള്ള കാറാണ് നമ്മുടെ മഹീന്ദ്ര സ്കോർപിയോ.